നേരം പുലരുവോളം ഈ രൂപത്തിൽ അതുമായുള്ള ചർച്ചകളും മെസ്സേജുകളും കൊണ്ട് എന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചു. എല്ലാ നിലക്കും ഞാൻ അവിടെ നടത്തിയ ആ ഒരു ശബ്ദത്തെ എൻ്റെ ബഹുമാന്യനായ നേതാവ് TP പറഞ്ഞതിൽ എനിക്ക് വലിയ വേദനയുണ്ട്. മുൻ വൈരാഗ്യമുള്ളവർ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എൻ്റെ TP അത് പറയരുതായിരുന്നു. എല്ലാ മതവിഭാഗങ്ങളിലെ ആളുകളും അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. സർവ്വമത വിഭാഗത്തിന്റെ ആളുകളും ഈ വേദിയിൽ വന്ന് പ്രസംഗിച്ചു. പല മതക്കാരും ഇവിടെ വന്ന് സംസാരിച്ചു. അവരൊക്കെ മാന്യമായിട്ടേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആ മാന്യമായ ഈ സമ്മേളനത്തിന്റെ മുമ്പിൽ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഒന്നാമത്തെ സംഗമം മുതൽക്ക് ഇവിടെ നടന്ന മുഴുവൻ സംഗമങ്ങളിലും പങ്കെടുത്തവർ പോലും ഇതിൽ ലയിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇവിടെ വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ സംസാരിച്ചു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന്, മുസ്ലിംകളിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഇവിടെ സംസാരിച്ചു. എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടായോ? ഈ സ്റ്റേജിന്റെ മഹത്വം, ഈ കൂട്ടായ്മയുടെ മഹത്വം, ഇവിടെ സംസാരിക്കുന്ന വിഷയത്തിന്റെ മഹത്വം, ഈ ഒരു ജമാഅത്തിന്റെ മഹത്വം, അത് ഇവിടെ വന്ന ആളുകൾ അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവർ വളരെ വിനയാന്വിതരായി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? ഈ മഹാവിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒരു കരടായിരുന്നു അത്. നിങ്ങൾക്കതൊരു അപശബ്ദമായി പോയോ പ്രിയപ്പെട്ട TP? ഒരു കരട് ഇന്നലെ വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതേ ഊതിക്കളയാവുന്ന പാറ്റിയെടുത്ത് നീക്കേണ്ടുന്ന ഒരു കരട്, ഒരു കണ്ണിലെ കരട്, അതെ ഒരു കരട് ഇന്നലെ ഉണ്ടായി എന്ന് അത് പറയാൻ മാത്രം എന്താ അപശബ്ദമാണ് പ്രിയപ്പെട്ട TP ഞാൻ അവിടെ ഉണ്ടാക്കിയത്? ഞാൻ എന്തായിരുന്നു പൊന്നു നേതാക്കളെ നിങ്ങളോട് പറയേണ്ടിയിരുന്നത്? പിരിച്ചുവിടൂ, എല്ലാവരെയും അടിച്ചൊതുക്കൂ, സർവ്വ എണ്ണത്തെയും പിടിച്ചു പുറത്താക്കൂ, എന്നിട്ട് തല്ലട്ടെ, തമ്മിൽ നടുറോട്ടിൽ വെച്ച് തല്ലട്ടെ, പള്ളികൾക്കുള്ളിൽ വെച്ച് അടി നടക്കട്ടെ, വീടുകളിൽ കുടുംബങ്ങളിൽ രക്തച്ചൊരിച്ചിലുണ്ടാകട്ടെ, പിളരൂ, പുറത്തു പോകൂ, മാറിപ്പോകൂ എന്നായിരുന്നു പ്രിയപ്പെട്ട TP ഞാൻ ജനങ്ങളോട് പറയേണ്ടിയിരുന്നത്. അതായിരുന്നു അവിടെ കൂടിയവരുടെ വികാരം. അതായിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നു. സത്യം പറയട്ടെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, അള്ളാഹുവിന് സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ആ പ്രസംഗങ്ങൾ നടത്തുമ്പോഴല്ലാതെ എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല ഈ സമ്മേളനത്തോടുകൂടി നമ്മൾ ഒന്നാകും എന്ന ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഈ സമ്മേളനത്തോടെ നമ്മൾ ഒന്നാകും, അതിനുശേഷമുള്ള ചർച്ചകൾ ആ നിലക്ക് നീങ്ങും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ എൻ്റെ ശബ്ദം അപശബ്ദമായത് എങ്ങനെയാണ്? എൻ്റെ ശബ്ദം കരടായി പോയത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, ആ സമ്മേളനത്തോടുകൂടി മുജാഹിദ് കേരളത്തെ വെട്ടിമുറിക്കാൻ നമ്മുടെ നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്നാണ് എനിക്ക് പിന്നീടുള്ള പ്രതികരണങ്ങൾ മനസ്സിലായത്. ഞാൻ കൂടി പിടിച്ചുകൊടുത്ത് മുജാഹിദ് പ്രസ്ഥാനം ആറ്റുതോറ്റ് വളർത്തിയുണ്ടാക്കിയ ഈ സംഘടനയെ അറുക്കാനുള്ള ഒരു തീരുമാനത്തിന് ഞാൻ കൂടി നിന്നുകൊടുക്കേണ്ട ഒരു അവസരത്തിൽ കത്തി നീട്ടി ഞാൻ കൂടി പിടിച്ച് സഹകരിക്കേണ്ട ഒരു നേരത്ത് അരുതേ, ഇതിനെ കൊല്ലരുതേ, ഇതിനെ തളർത്തരുതേ, ഇതിനെ പിളർത്തരുതേ, ഇതിനെ വെട്ടിമുറിക്കരുതേ എന്നത് അത്തരത്തിൽ തീരുമാനം മുമ്പേ എടുത്തിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അതൊരു അപശബ്ദം തന്നെ ആയിരിക്കുമല്ലോ. അതേ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഒരു തീരുമാനം അവർക്കുണ്ടായിരുന്നു എന്നത് എനിക്കിപ്പോഴാണ് ഞാനത് മനസ്സിലാകുന്നത്. സത്യം എനിക്കറിയില്ലായിരുന്നു. ഈ സമ്മേളനത്തോട് അങ്ങനെ ഒരു തീരുമാനം വരും, ഇത് രണ്ടാകുമെന്നൊരു തീരുമാനം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ആ ഒരു പ്രത്യേകമായ ധാർമ്മികമായ വേദനയിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എനിക്കതേ പറയാനുള്ളൂ. എനിക്കതിലപ്പുറം ഒന്നും പറയാനില്ല. എനിക്ക് മാന്യതയില്ല എന്ന് പറഞ്ഞു, എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. വ്യക്തിപരമായി നിങ്ങൾ എന്താക്ഷേപിച്ചാലും എനിക്ക് പ്രയാസമില്ല. എൻ്റെ സങ്കടങ്ങൾ സൃഷ്ടികളോടല്ലല്ലോ, ജിന്നിനോടല്ലല്ലോ, മലക്കിനോടല്ലല്ലോ, മഹാത്മാക്കളോടല്ലല്ലോ, എൻ്റെ നാഥനോട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ കോടതിയിൽ വെച്ചതിന് തീർപ്പുണ്ടാകും. പരലോക കോടതിയിൽ എനിക്ക് തഖ്വയില്ലെന്ന് പറഞ്ഞവരോ, എനിക്ക് മാന്യതയില്ലെന്ന് പറഞ്ഞവരോ, എന്റേത് അപശബ്ദമാണെന്ന് പറഞ്ഞവരോ അല്ലല്ലോ ഖാദിമാരായി വരിക. പരലോക കോടതിയിലെ ജഡ്ജിമാർ അവിടെ ആരുമല്ലല്ലോ, അവിടെ മാലിക് യൗമിദ്ദീൻ
സർവ്വലോക പരിപാലകനായ റബ്ബാണല്ലോ അന്നത്തെ ഉടമ. ആ നാഥനിൽ ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. എൻ്റെ മനോവേദന അവനാണ് അറിയുന്നവൻ, എൻ്റെ നിയ്യത്ത് അവനാണ് അറിയുന്നവൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുജാഹിദ് ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇനിയും ഞാൻ പറയുകയാണ്, ഇനിയും ഈ ഉള്ളവൻ ശ്രമിക്കും. എന്തിനു വേണ്ടി? ആര് നിങ്ങൾക്കെതിരെ എന്ത് തന്നെ പ്രകോപനം ഉണ്ടാക്കിയാലും നിങ്ങൾ പ്രകോപിതരാവരുത്. നാം പ്രകോപിതരാവണം എന്ന് ആരൊക്കെയോ നോമ്പ് നോറ്റ് നടക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. പ്രകോപിതരാവരുത്. നമ്മൾ മുജാഹിദുകളാണ്. നമ്മുടെ കയ്യിൽ ആദർശമുണ്ട്. ആദർശ രംഗത്ത് നിങ്ങൾക്കൊന്നായി മുന്നേറാൻ ഇനിയും കഴിയില്ലേ? കഴിയണം. ആരെയും ചീത്ത പറയരുത്. ആരോടും വ്യക്തിവിദ്വേഷം നമുക്കില്ല. ഈ വിഷയത്തിൽ ഇനിയും ചർച്ചകൾ നടക്കട്ടെ. എന്താണ് വിഷയമെന്ന് ആളുകൾ പഠിക്കട്ടെ. നാം വളരെ ഗൗരവത്തോടുകൂടെ മുന്നേറേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു വേദന തോന്നരുത്. ഏതർത്ഥത്തിൽ? ഇങ്ങനെയായി പോയല്ലോ, ഇനി എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, എല്ലാം കയ്യിലാക്കിയിട്ട് ഞങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടല്ലോ എന്ന് ഒരൊറ്റ ഉമ്മപെങ്ങന്മാർക്കും മുജാഹിദുകൾക്കും തോന്നിപ്പോകരുത്. മുജാഹിദുകളെ, ഞാനൊരു കക്ഷിയിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്, എൻ്റെ സർവ്വ മുജാഹിദുകളോടും പറയുകയാണ്, എൻ്റെ നേതാക്കളോട് പറയുകയാണ്, ഇനിയും നമ്മൾ വെട്ടിമുറിക്കരുത്, ഇതിനെ വെട്ടിപ്പിളർത്തരുത്. നമുക്കൊന്നാകണം. നാം ഒന്നാണ് പ്രിയമുള്ളവരെ. എത്ര കാലം നമ്മൾ നമ്മുടെ പൊതുശത്രുവിനെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആഞ്ഞടിച്ചുവോ, ആ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പ്രമാണങ്ങൾ കൊണ്ട് ഇനിയും ചർച്ചകളിലൂടെ തെളിയിക്കപ്പെട്ട് തെറ്റുകൾ വന്നവർ തിരുത്തട്ടെ, പശ്ചാത്തപിക്കട്ടെ. അതല്ലാതെ ചർച്ചയുടെ കവാടങ്ങൾ നിങ്ങൾ ദയവായി ഇനിയും കൊട്ടിയടക്കരുത് നേതാക്കളെ. ഇപ്പോഴും എനിക്കതാണ് വിനയത്തോട് പറയാനുള്ളത്. ഈ ശബ്ദത്തിന് ഒരു വിലയും കൽപ്പിക്കില്ല എന്ന് എനിക്കറിയാം. ഒരു പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, ഞാൻ എൻ്റെ 10,000 ഇവിടെ തടിച്ചുകൂടിയ, ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഈ ജനസഞ്ചയത്തോട് നിങ്ങളുടെ വിനീതനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മനസ്സിന്റെ വേദന ഇവിടെ വെച്ചും പങ്കുവെക്കുന്നു. മുജാഹിദുകളെ തമ്മിൽ തല്ലരുത്, മുജാഹിദുകളെ പിരിയരുത്, മുജാഹിദുകളെ ബാപ്പയോടും ഉമ്മയോടും വെറുക്കരുത്, മുജാഹിദ് മാതാപിതാക്കളെ മക്കളോട് നിങ്ങൾ വെറുക്കരുത്. നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ടില്ല, നിങ്ങൾ വിഷയം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ എന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി. നിങ്ങൾ ആരും എന്നോട് സമ്മേളനത്തിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടല്ലാതെ പോലും ഞാൻ എൻ്റെ വികാരം പ്രകടിപ്പിച്ചത്. നിങ്ങളത് ഉൾക്കൊള്ളണേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദഅവത്ത് ഏത് കാലഘട്ടത്തിലും പ്രയാസങ്ങളിലൂടെ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ആരും നമ്മെ പൂമാലയിട്ട് സ്വീകരിക്കുകയില്ല. പ്രവാചകന്മാർക്കുണ്ടായ അനുഭവങ്ങൾ ഒറ്റക്ക് പോരാടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോ പോടാ പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പടിയടച്ചു പിണ്ടം വെക്കുമ്പോ പിരിച്ചുവിട്ട് നടുറോട്ടിലേക്ക് ഇബ്രാഹിം എന്ന ധീര മുജാഹിദിനെ, ആ ചെറുപ്പക്കാരനെ, ആ യുവാവിനെ തെരുവിലേക്ക് ഇറക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ചിട്ടില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കാകെ കൂടാനുള്ള ഒരു കേന്ദ്രം എൻ്റെ ഉപ്പയുടെ വീടാണ്. എനിക്കൊരു കേന്ദ്രമില്ല, എനിക്ക് കൂടിച്ചെല്ലാനൊരു സ്ഥാപനമില്ല, എനിക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാനൊരു വേദിയില്ല. ഞാൻ പെരുവഴിയിലായല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം ഭയപ്പെട്ടിട്ടില്ല. പെരുവഴിയിലല്ല മക്കളെ, പെരുവഴിയിലല്ല. ഞാൻ സമ്മേളനത്തിന്റെ അവസാനം പറഞ്ഞ വാചകം ആവർത്തിക്കട്ടെ, അല്ലാഹു മഅനാ, അല്ലാഹു മഅനാ. അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. തളരരുത്, പതറരുത് മുജാഹിദുകളെ, തളരരുത് മുജാഹിദുകളെ, ദുഃഖിക്കരുത് മുജാഹിദുകളെ. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ പീഡിതരാവരുത്, നിങ്ങൾ പീഡിതരാണെന്ന് തോന്നരുത്, നിങ്ങൾക്ക് നിന്ദ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. വഅൻതുമുൽ അലൗൻ. നിങ്ങളാണ് ഉന്നതന്മാർ, നിങ്ങളാണ് ഉന്നതന്മാർ. ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങളുടെ കൈകളിൽ 1000 സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് അനുയായികൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാരെന്നല്ല, നിങ്ങൾക്ക് ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധമുണ്ട് എന്നെങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണ് എന്നല്ല. ഇൻ കുന്തും മുഅ്മിനീൻ, ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? ഈ പാരാവാരത്തിന്റെ സമീപത്ത് തടിച്ചുകൂടിയ 10,000 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ചിന്തയല്ലേ നിങ്ങൾക്കുമുള്ളത്? ഞങ്ങൾക്കും അതേ വേദനയല്ലേ ഉള്ളത്? നമ്മൾ പിരിയണോ? ശബ്ദിക്കൂ മുജാഹിദുകളെ, നമ്മൾ പിരിയണോ? പിരിയണോ മുജാഹിദുകളെ? ഒരിക്കലും പിരിയരുത്, ആർക്കും വകവെച്ചു കൊടുക്കരുത്. ഈ ആദർശമാകുന്ന കൈത്തിരിയെ ആരെതിർത്താലും, അതേത് വലിയവൻ എതിർത്താലും, ഞങ്ങളിത് ഉയർത്തപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും
ഇതിനെ ഞങ്ങൾ നിലനിർത്തും എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറില്ലേ മുജാഹിദുകളെ? നിങ്ങൾ തയ്യാറില്ലേ? നിങ്ങൾ തയ്യാറില്ലേ മുജാഹിദുകളെ? തയ്യാറാകണമെന്നാണ് എനിക്ക് വിനീതനായ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എന്ന് എനിക്ക് എൻ്റെ ഉമ്മപങ്കന്മാരോട് പറയാനുള്ളത്. ഈ ആദർശ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല. ആദർശ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിക്കില്ല. ഈ ആദർശം അതിന്റെ ശക്തമായ നിലക്ക് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇനിയും മുന്നോട്ട് പോകും. ശിർക്കുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ആ നിലക്കുള്ള ചർച്ചകൾക്ക് ഇനി വാതിലടക്കരുതെന്നാണ് ഇനിയും പറയാനുള്ളത്. പഠനങ്ങൾ നടക്കട്ടെ. നമ്മൾ എന്തിന് ഗൾഫിലെ പണ്ഡിതന്മാരെ ഭയപ്പെടണം? അവര് പറഞ്ഞത് മുഴുവൻ എണ്ണാക്കുതരാതെ വിഴുങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. ഗൾഫ് പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയിട്ട് ചർച്ച ചെയ്യുന്നതിന് ആരോടാണ് അച്ചാരം വാങ്ങിയെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരോടും അച്ചാരം വാങ്ങിയിട്ടില്ല. ഗൾഫിലുള്ള പല പണ്ഡിതന്മാരുമായും ഫോണിലും നേരിട്ടുമൊക്കെ സംസാരിക്കുമ്പോൾ അതെ, നമുക്കെല്ലാം പരിചയമുള്ള സൗദി അറേബ്യയിൽ ഇസ്ലാഹി സെന്ററുകളുടെ കോർഡിനേറ്റർ ആയിക്കൊണ്ട് ബഹുമാന്യനായ AP കൊല്ലങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള ബഹുമാന്യനായ വ്യക്തിത്വമല്ലേ ഈദാൻ എന്ന് പറയുന്ന ആ സൗദി അറേബ്യയിലുള്ള പ്രമുഖനായ വ്യക്തി, അദ്ദേഹം ആവശ്യപ്പെട്ടില്ലേ നമ്മോട്? പലരും ആവശ്യപ്പെട്ടില്ലേ? അവരാവശ്യപ്പെട്ടതല്ലേ? നമുക്കെന്താ പോയിക്കൂടെ? അവര് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വരാൻ സന്നദ്ധരാണെന്ന്. അവിടുത്തെ മിനിസ്ട്രിയിലേക്ക് കത്തയച്ചാൽ ആ മിനിസ്ട്രി നമ്മെ സ്വീകരിക്കും, അവരുടെ ചെലവിൽ എന്ന് വരെ പറഞ്ഞിട്ട് നിങ്ങൾ വരണം, നിങ്ങൾ ഈ വിഷയത്തിൽ ചേരിതിരിഞ്ഞ് പോരിനിറങ്ങരുത്, വാദപ്രതിവാദം നടക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നും ഐക്യത്തിന് വേണ്ടി മാത്രമേ ഈ ഉള്ളവൻ ശബ്ദിച്ചിട്ടുള്ളൂ. എറണാകുളത്ത് വെച്ച് ചേരിതിരിഞ്ഞ് രണ്ടു കൂട്ടരും ശിർക്കിന്റെ പേരിൽ വാദപ്രതിവാദം നടക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ രണ്ടു പക്ഷത്തുമുള്ള എന്റെ ബഹുമാന്യരായ സ്നേഹിതന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്റെ സ്നേഹിതന്മാരെ ഞാൻ രണ്ടു പക്ഷത്തുമുള്ളവരെ വിളിച്ചിട്ടുണ്ട്. നേരം പുലരുവോളം ഉറക്കമൊഴിച്ചുകൊണ്ട് ഞാൻ അവരോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഈ സംവാദം നിങ്ങൾ നടത്തരുത്, ഇത് നമ്മൾക്ക് ഗുണം ചെയ്യില്ല, നമുക്കിത് ഉള്ളിൽ ചർച്ച ചെയ്യാം, ഇത് നടക്കരുതേ എന്ന് ഈ ഉള്ളവൻ ആവശ്യപ്പെട്ടു. ബഹുമാന്യനായ എന്റെ TPയെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാനന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ സക്കരിയ സലാഹിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എറണാകുളത്ത് ഒരു വ്യക്തിയുമായി ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ എന്റെ അനസ് മുസ്ലിയാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? നാം തമ്മിൽ തല്ലണം എന്ന് പറയാനല്ല. തല്ലരുതേ, നമ്മൾ ഭിന്നിക്കരുതേ, അതിന് മാത്രം ഒരു പ്രശ്നം ഇതിലില്ല. അബ്ദുസ്സലാം സുല്ലമി കുബൂരികളുടെ പത്രത്തിൽ അഭിമുഖം കൊടുത്തുകൊണ്ട് നമ്മെ മുഴുവൻ മുശ്രിക്കുകളാക്കി. മൗലവി ഭാഗം എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ എന്റെ AP അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന ആ മുജാഹിദ് പ്രസ്ഥാനം കടുത്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കുബൂരികൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ നമ്മൾ ഒന്നായിരുന്നു കൊണ്ട് പോരാടിക്കൊണ്ട് നമ്മൾ പറഞ്ഞു, ഇല്ലടാ ഇല്ല, ഞങ്ങളിൽ ഒരാളും ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ആ വാദമില്ലെന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞിട്ട് പിന്നെ ഇതിലുണ്ടായ മറ്റൊരു പ്രത്യേകമായ ഒരു ചേരിതിരിവ്, പ്രിയമുള്ളവരെ, നമുക്കത് ഗുണം ചെയ്യുമോ? നാം വളരെ ആത്മാർത്ഥമായി ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഹുസൈൻ സലഫി അവിടെ അപശബ്ദമുണ്ടാക്കി പറയേണ്ടതല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. പലർക്കും പല അഭിപ്രായമാണ്. അയാളുടെ ധിക്കാരം, അയാളുടെ അഹങ്കാരം, അയാൾ പറയരുതാത്തത് പറഞ്ഞു. നിങ്ങളൊന്ന് കൂടിയാലോചിക്കണ്ടേ? ഞാൻ എന്താ കൂടിയാലോചിച്ചിട്ട് പറയേണ്ടത്? ഇവർ പിരിച്ചുവിട്ട എന്തിനാന്നുള്ളതാ ഞാൻ പറയുന്നത്. ഞാനത് ഇന്നും പറയുന്നില്ല. ആ വിഷയത്തിൽ പിരിച്ചുവിടലും പിരിച്ചുവിടാതിരിക്കലും ഒക്കെ നേതൃത്വത്തിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ഞാനത് പറയാൻ ആളല്ല. പക്ഷേ ഈ കുട്ടിയെ നിങ്ങൾ അറുക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കേട്ട് വളർന്ന മുജാഹിദ് പ്രസ്ഥാനമാകുന്ന വടവൃക്ഷത്തിന്റെ കൊമ്പുകളും ചില്ലകളും ഒരുപാട് കിളികൾ വന്ന് കളകളാരവം മുഴക്കിയിട്ട് ആദർശത്തിന്റെ പടപ്പാട്ട് പാടിയിട്ട് ഒരുപാട് ശിർക്കിന്റെ കോട്ടകത്തളങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ വൃക്ഷത്തിൽ നിന്ന് പഴം തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായ ആ കിളികളിരിക്കുന്ന ചില്ലകളെ വെട്ടിമുറിക്കരുത് നേതാക്കളെ. വിനീതമായ അഭ്യർത്ഥനയാണ്. ഈ വടവൃക്ഷത്തെ കൊത്തിമുറിക്കല്ല. നമ്മൾ ഒന്നാണ് മുജാഹിദുകളെ. നമ്മൾ എന്ത് തർക്കമുണ്ടെങ്കിലും എത്രത്തോളം വിട്ടുവീഴ്ചക്ക് പോയാലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയോട് ഒരു കുബൂരി എന്റെ പ്രസംഗത്തിന്റെ ശേഷം ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ ഫോണിൽ വിളിച്ചു. ഞാനത് കേട്ടു, ഞാനത് നെറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ കുബൂരിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു നമ്മുടെ ആളായിക്കൊണ്ട് ബഹുമാന്യനായ APയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ
ഭൂരികൾക്ക് മറുപടി പറയാൻ ഹുസൈൻ സലഫിയെ വിളിക്കണ്ട എന്ന് ബഹുമാന്യനായ AP പറയുമ്പോൾ, പ്രിയപ്പെട്ട AP, നിങ്ങളോട് എനിക്കതിന് വിഷമമില്ല. ഞാൻ നിങ്ങളെ ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ അപഹസിച്ച് ആയിരങ്ങൾ കേൾക്കെ അതാ കുബൂരികൾ അവരുടെ റൂമിലിട്ടുകൊണ്ട് ഹുസൈൻ സലഫിയുടെ പച്ചമാംസം കൊത്തി വലിക്കുകയാണ്. അതെ, എന്നെ വളരെ മോശക്കാരനായി നിങ്ങൾ കൊടുത്ത മറുപടി അതാ അവര് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ്. ബഹുമാന്യനായ AP, ഒരിക്കലും നിങ്ങളോട് എനിക്ക് വിഷമമില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് തൗഹീദിന്റെയും സുന്നത്തിന്റെയും ശബ്ദം കിട്ടാൻ കാരണമായ ആ നാവ് കൊണ്ട് നിങ്ങൾ ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ, എന്നെയല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകളെ വേദനിപ്പിക്കാൻ കുബൂരികൾക്ക് നിങ്ങൾ കൊടുക്കരുതായിരുന്നു എന്ന വിനീതമായ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അല്ലാഹു നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഹീദിന്റെ പാതയിൽ ഒന്നിച്ചു മുന്നേറുവാനുള്ള ആഫിയത്തും ദീർഘായുസ്സും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനല്ലാതെ അത് ശബ്ദമായി ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരിക്കലും, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതാണ്, എന്തോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെയും ആ വികാരം തന്നെയാണ് അണപൊട്ടി ഒഴുകുന്നത്. നമ്മളിവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടക്കുന്ന പ്രോഫ്കോൺ, എത്രയെത്ര സ്റ്റുഡൻസ് ആണ് ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടത്, ധാർമ്മിക രംഗത്തേക്ക് അവർ കടന്നു വന്നത്. താടി നീട്ടിയ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടായതിൽ പലർക്കും വലിയ മനസ്സാക്ഷിക്കുത്തും വിഷമവും തോന്നിയപ്പോഴും മുജാഹിദുകൾ മുഴുവൻ സന്തോഷിച്ചിട്ടേയുള്ളൂ ആ കുട്ടികളെ നോക്കിയിട്ട്. അതിന് കാരണമായത് നമ്മുടെ MSMന്റെ പ്രോഫ്കോൺ ആയിരുന്നു, CRE ആയിരുന്നു, ഹൈസക് ആയിരുന്നു, അതുപോലെ തന്നെ ഇല്ലൂമിനയായിരുന്നു. ഒട്ടേറെ പരിപാടികൾ MSM നടത്തിക്കൊണ്ടിരുന്നു. ISM നടത്തിയ വ്യക്തമായ നിലക്കുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ ശക്തമായ നിലക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അതൊന്നും നിന്നുപോകില്ല പ്രിയമുള്ളവരെ. ആരും വിചാരിക്കേണ്ടതില്ല ദഅവത്ത് നിൽക്കും എന്നാരും വിചാരിക്കരുത്. ദഅവത്ത് ഇതൊരൊഴുക്കാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ തയ്യാറുണ്ടോ മുജാഹിദുകളെ? നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ദഅവത്തിന്റെ ഈ ഒഴുക്ക് ആരൊരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് തടയിടാൻ തയ്യാറായാലും അരുതേ. ഈ മലവെള്ളപ്പാച്ചിൽ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടഹധ്വനി മുഴക്കിക്കൊണ്ട്, സുന്നത്തിന്റെ പടഹധ്വനി മുഴക്കിക്കൊണ്ട്, ബിദ്അത്തിന്റെ മൺചിറകൾക്കെതിരെ ഈ ശക്തമായ കൂലംകുത്തി ഒഴുക്ക് തടയാൻ ആർക്കും സാധ്യമല്ല. സാധ്യമാണോ മുജാഹിദുകളെ? സാധ്യമല്ല. അല്ലാഹു അക്ബർ. അള്ളയാണ് നമ്മുടെ കൂടെയുള്ളത്. പടച്ചവന്റെ കാവൽ നമുക്കുണ്ടാകും. നമുക്ക് ആരോടും വിദ്വേഷം വേണ്ട, ആരോടും നമുക്ക് വെറുപ്പില്ല. നാം ഒറ്റക്കെട്ടായി ഇനിയും മഹല്ലുകളിലേക്ക് പോകുമ്പോൾ മഹല്ലുകളിൽ ചിന്തയുണ്ടാകരുത്. നമ്മൾ നടത്തുന്ന ഇനി ഞങ്ങൾ എന്ത് പെരുവഴിയില്ലെന്ന് ഒരാൾക്കും തോന്നിപ്പോകരുത്. പെരുവഴിയിലല്ല, ഏകനായി പുറത്തേക്കിറങ്ങിയ ആരും സ്വീകരിക്കാനില്ലാത്ത നമ്മുടെ മുത്തുനേതാവ് ഖലീലുള്ളാഹ്ക്ക് അള്ളയുണ്ടായിരുന്നു കൂട്ടിന്. കഠിനമായ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലേക്ക് അക്ഷരാർത്ഥത്തിൽ എറിയപ്പെട്ടപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വല്ല ഹെൽപ്പും വേണോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, അല്ലാഹ് മതി എന്ന് പറഞ്ഞ ആ മഹാനായ നേതാവ് ഇന്നും 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറഞ്ഞാൽ ഉടനെ മുസ്ലിം ലോകം പേര് പറയുന്ന നേതാവാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് ആദർശത്തെ സ്നേഹിക്കൂ പ്രിയമുള്ളവരെ. തൗഹീദിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല, അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. ഒരു സ്ഥലത്തും നമുക്ക് ജിന്ന് വേണ്ട പ്രാർത്ഥിക്കാൻ. കുളിക്കടവിലും പുഴക്കടവിലും ഏത് സ്ഥലത്തും വിജനപ്രദേശത്തും ജനപ്രദേശത്തും ഒരു സ്ഥലത്ത് വെച്ചും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പാടുണ്ടോ മുജാഹിദുകളെ? പാടുണ്ടോ? ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞു മുജാഹിദ് ഇന്ന് വരെ ഒരു പുഴക്കരയിലോ ഒരു കുളിക്കടവിലോ ഒരു വിജനപ്രദേശത്തോ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചിട്ടുണ്ടോ? അത് ആരോപണമല്ലേ? അതേ മുജാഹിദുകളെ, ആ ഒരു ആദർശ ധീരതയോടുകൂടി പടച്ച റബ്ബിന്റെ കാവലോർത്തുകൊണ്ട് മുന്നോട്ട് പോകൂ മുജാഹിദുകളെ. തളരാൻ പാടില്ല. ഈ ആദർശത്തിന്റെ കൈത്തിരി എനിക്കും നിങ്ങൾക്കും ഏത് നിമിഷം വേണ്ട എന്ന് തോന്നുന്നുവോ, നിങ്ങൾ പിന്മാറുന്നുവോ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്തൊരു കൂട്ടരെ പടച്ചോനോട് കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. വേണ്ടുന്നവരെ അല്ലാഹ് കൊണ്ടുവന്നു തരും.
ഇതിവിടെ നിലനിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആദർശം ഇവിടെ നിലനിൽക്കും. അതിനേത് വില കൊടുക്കേണ്ടി വന്നാലും അത് നിലനിൽക്കും. അള്ളാഹുവിന്റെ കാവലുണ്ടാകും.